പിന്നെ രാഹുൽ ഈശ്വർ അകത്ത് പോകുമോ? കാര്യം ഹണി റോസ് ചില കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. രാഹുൽ ഈശ്വർ അഴി എണ്ണുമോ എന്നുള്ളത് ഇന്ന് ഉച്ച കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം രാഹുൽ ഈശ്വർ കഴിഞ്ഞ 2-3 ദിവസമായി ഹണി റോസിനെതിരായി സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്താണോ പറയാനുള്ളത്, അല്ലെങ്കിൽ ആളുകൾ എന്താണോ ചിന്തിക്കുന്നത്, അത് പിന്നെ കൃത്യമായി രാഹുൽ ഈശ്വർ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ രാഹുൽ ഈശ്വറിനെ പ്രത്യേകം പിന്തുണയ്ക്കുന്ന ആളായിട്ടൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം ദിലീപ് കേസിൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നതിന് അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പല കേസുകളിലും അദ്ദേഹം വേട്ടക്കാരനോടൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം തുടക്കം മുതൽ ഹണി റോസിനെ ഒരു തരത്തിലും അവരെ ഏറെ ബഹുമാനിച്ചു കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് എന്നും അതനുസരിച്ച് പോയില്ല എങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിനെതിരെ പറയാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം ഹണി റോസ് ഇടുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് താഴെ വരുന്ന പല കമൻറ്റുകളും അത്തരത്തിൽ വളരെ വൾഗറായി വളരെ മോശമായി അവരെ പറയുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ മൗലിക അവകാശമാണ് നമ്മൾ എന്ത് ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത്. ഇപ്പം ഞാനൊരു വസ്ത്രം ധരിച്ചിട്ട് വന്നാൽ ആ വസ്ത്രം കൊള്ളില്ല അല്ലെങ്കിൽ എനിക്ക് ചേരില്ല എന്ന് പറയാനുള്ള അവകാശം പോലും പാർത്ഥനില്ല എന്നുള്ളതാണ്. കാരണം അതെനിക്ക് ചേരുമോ ചേരില്ല എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പക്ഷെ പാർത്ഥൻ അതിൽ അഭിപ്രായം പറയാം. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നമ്മുടെ മൗലിക അവകാശം ഉള്ളതുപോലെ തന്നെയാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ഈ ഹണി റോസിൻ്റെ വിഷയം വന്ന അന്ന് മുതൽ എല്ലാ ചർച്ചകളിലും രാഹുൽ ഈശ്വർ പറയുന്നതും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഹണി റോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഹണി റോസ് പറയുന്നത് തൻ്റെ പരാതിയെ, താൻ ബോച്ചയ്ക്കെതിരെ നൽകിയ പരാതിയെ ചെറുതാക്കി കാണിക്കാൻ രാഹുൽ ഈശ്വർ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ ഒന്നാമതായി പറയുന്ന കാര്യം. മറ്റൊന്ന്, വസ്ത്ര സ്വാതന്ത്ര്യം തൻ്റെ മൗലിക അവകാശമാണ്. അതെങ്ങനെ ധരിക്കണം എന്നുള്ളത് തൻ്റെ അവകാശമാണ്. അതിൽ മറ്റൊരാൾക്ക് കൈകടത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മൗലിക അവകാശം പോലെ തന്നെയാണ് മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള മൗലികാവകാശവും ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ചെയ്യാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ അവർക്ക് പറയാനുള്ള അവകാശവും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്നത് അനാവശ്യമായി പ്രചാരണം നടത്തി അവർക്കെതിരെ എന്നുള്ളതാണ്. അനാവശ്യമായി അവരെക്കുറിച്ച് പല മാധ്യമങ്ങളിലും ഇരുന്ന് പ്രചാരണം നടത്തി എന്നുള്ളത്. പിന്നെ ആളുകളെ അവർക്കെതിരെ തിരിക്കാൻ നോക്കി എന്നുള്ളതാണ് ഹണി റോസ് പറയുന്ന കാര്യങ്ങൾ. അവർ പരാതിയായി നൽകാൻ പോകുന്ന കാര്യങ്ങളിലുള്ളത് ഇതൊക്കെ എന്നാണ് പുറത്തു വരുന്നത്. അതായത് ഈ 2-3 ദിവസമായി രാഹുൽ ഈശ്വർ പറയുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ, ആ കമൻറ്റുകൾ നമ്മളെടുത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും പാർത്ഥൻ. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ ആളുകൾക്ക് പല വിധത്തിലാണ് ആളുകൾ ഒരു വിഷയത്തെ കാണുന്നത്. ഇപ്പം നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് നമ്മളെ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം എന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാനുള്ള അവകാശമില്ല. ജനങ്ങൾ ചിന്തിക്കുന്നത് പലവിധമാണ്. ഇപ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഞാനൊക്കെ ഇപ്പോഴും ഒരു സ്ലീവ്ലെസ് ഞാൻ ഇടാറില്ല. പക്ഷേ ഞാനൊരിക്കൽ പറഞ്ഞില്ലേ പാർത്ഥനോട്, ഒരിക്കൽ ഇടണമെന്ന് തോന്നിയിട്ട് ഞാനത് വീട്ടിലിട്ട് എൻ്റെ ആഗ്രഹം തീർത്ത ഒരാളാണ് ഞാൻ. ഞാനൊരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടണമെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത്, നാട്ടുകാർ അതും ഇതും പറയിപ്പിക്കാനായിട്ട് നടക്കരുത്, അവനവൻ്റെ കാര്യം സൂക്ഷിക്കേണ്ടത് അവനവനാണ്, അതുകൊണ്ട് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചു പോയാൽ മതി. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വാർത്തകൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരു വസ്ത്രം ഇടണമെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്ന് എൻ്റെ അമ്മ ഒരു ടീച്ചർ കൂടിയാണ്. എന്നിട്ടും അമ്മ അങ്ങനെ പറയുമ്പോൾ
ചില സമയങ്ങളിൽ നമ്മളും ചിന്തിക്കാറുണ്ട്, ശരിയാണ്, എന്തിനാ ആളുകളെ കൊണ്ടത് പറയിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചതങ്ങ് മാറ്റിവെക്കും. ആളുകൾ അതെന്തിനു നോക്കുന്നു എന്ന് ചോദിക്കും. നമ്മൾ ഇട്ടാൽ അവർക്ക് നോക്കാം, അവർ അഭിപ്രായം പറയാം, അത് അവരുടെ മൗലിക അവകാശമാണ്. പറയരുത്, പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തുമെന്ന് എനിക്ക് അവരോട് പറയാൻ കഴിയില്ല. ഞാനൊരു മോശമായ രീതിയിൽ സഞ്ചരിച്ചാൽ അതെൻ്റെ മൗലിക അവകാശമാണ്. അതുപോലെ ഞാൻ സഞ്ചരിക്കുന്ന മോശമായ രീതിയിലാണ് എന്ന് പറയാനുള്ള മൗലിക അവകാശം ഓപ്പോസിറ്റുള്ള ആൾക്കുമുണ്ട്. രാഹുൽ ഈശ്വർ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹണി റോസിന് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും ഉന്നത നിലയിലുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന 1-2 കമൻറ്റുകൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. 2800 കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഇന്നലെ ആ ഒരു വീഡിയോയിൽ. അതിൽ കമൻറ്റ്, ഞാനൊരു സ്ത്രീയാണ്, രാഹുലിനൊപ്പം ഫുൾ സപ്പോർട്ട്. ആ ഒരു കമൻറ്റിന് തിരിച്ച് 32 പേർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, 1.8 ലൈക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ യു ആർ റൈറ്റ്, രാഹുൽ യു ആർ കറക്റ്റ് 100%, രാഹുൽ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം വന്നിരുന്നത്, ഞാനും ഒരു സ്ത്രീയാണ്, ഇങ്ങനെ ഒരു സ്ത്രീക്ക് സ്റ്റേജിൽ കയറി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു, രാഹുലിന് ഫുൾ സപ്പോർട്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ രാഹുലിന് ഫുൾ സപ്പോർട്ട്. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ കൂടെ നിൽക്കുന്നു, ഫുൾ സപ്പോർട്ട്. രാഹുലിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ്. രാഹുൽ പറഞ്ഞത് കോടികളുടെ പുണ്യമുള്ള കാര്യമാണ്, ഞാൻ യോജിക്കുന്നു. രാഹുൽ പറഞ്ഞത് വളരെ സത്യം. രാഹുൽ മാത്രമാണ് സ്ത്രീകളുടെ അഭിമാനബോധത്തെ അംഗീകരിച്ച് സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റുകൾ നോക്കിയാൽ മാത്രം മതി രാഹുലിന് എത്രയധികം സപ്പോർട്ട് കിട്ടുന്നുവെന്ന്. രാഹുൽ, ഈ വിഷയത്തിൽ താങ്കൾക്ക് കട്ട സപ്പോർട്ട്. കേരളീയർ ഒന്നടങ്കം വർഷങ്ങളായി തുറന്നു പറയാൻ മടിച്ച സംഗതി രാഹുൽ വെളിപ്പെടുത്തി, ഫുൾ സപ്പോർട്ട്. രാഹുൽ പറയുന്ന സത്യങ്ങളെ മറച്ചു വയ്ക്കാൻ ഒരാൾക്കും കഴിയില്ല. ഞാനും ഒരു സ്ത്രീയാണ്, രാഹുൽ പറഞ്ഞ കാര്യത്തോട് 100 വട്ടം കറക്റ്റ് കാര്യമാണ് രാഹുൽ പറഞ്ഞത്. രാഹുൽ ശരിയായ കാര്യം പറഞ്ഞു, 100% ശരിയാണ്. രാഹുലിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. രാഹുൽ പറഞ്ഞതൊരു സ്ത്രീ എന്ന രീതിയിൽ പൂർണ്ണമായും യോജിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിൽ സ്ത്രീകളാണ് 100% ഞങ്ങൾ യോജിക്കുന്നു, 100% ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ മൗലിക അവകാശമുണ്ട് പ്രാർത്ഥന, അവർക്കും അഭിപ്രായം പറയാൻ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താ തന്നെയാണ്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു വിശാലമായൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഭരണഘടനയുടെ നിർവചനത്തിൽ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ അതിന് ചില നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ നിർവചനത്തെ ഇങ്ങനെ നിർവചിച്ച് നമ്മൾ ഏറ്റവും അങ്ങേ തലക്കിൽ നിൽക്കുമ്പോൾ, ഇവിടെ ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു, ഞാൻ എവിടെ പോകുന്നു, അതൊക്കെ എൻ്റെ പേഴ്സണലായ കാര്യമാണ്. ഞാൻ അങ്ങനെ എന്ത് വസ്ത്രം ധരിച്ചാലും ഞാൻ എവിടെ പോയാലും നിങ്ങൾ അതിൽ അഭിപ്രായം പറയേണ്ടതില്ല. പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയാൽ, ഇപ്പോൾ ധന്യയുടെ ഒരു സ്പേസിലേക്ക് കടന്നു കയറി ഞാൻ ധന്യയെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ധന്യയെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമേ ധന്യക്ക് അത് പറയേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ ഭരണഘടനയും നിയമവും നിയമവിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളും പുരോഗമനവാദികളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ നാട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കാര്യത്തിൽ ചെന്ന് അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം, എനിക്ക് അങ്ങനെ അഭിപ്രായം പറയണമെന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് പറയാൻ ഇവിടെ അധികാരമില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. പക്ഷേ ഒരു കുഞ്ഞ്, നമ്മുടെ ഒരു കുഞ്ഞൊരു വസ്ത്രം, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി വസ്ത്രം ധരിക്കാതെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മോളെ നീ വസ്ത്രം ധരിക്കാതെ പോകണം, പക്ഷേ എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല. ഇന്ത്യയിൽ അതിന് റൈറ്റ് ഇല്ല. വസ്ത്രം ധരിക്കാതെ എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു അല്പവസ്ത്രധാരിയായിട്ട് പോകുമ്പോൾ എനിക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ ഇന്ത്യയിൽ നഗ്നരായി നടക്കാനുള്ള ഒരു നിയമമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഗ്നത പ്രദർശനം എന്ന് പറയുന്നത് തെറ്റാണ്. അത് ആണുങ്ങൾ ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്താലും തെറ്റാണ്. പലപ്പോഴും അത് ആണുങ്ങൾ മാത്രമാണ് അതിന് ഭാഗവാക്കാകുന്നത് എന്നത് ഒരു ശരിയായ കാര്യം കൂടെയാണ്. ഇത്തരത്തിലുള്ള കുറേ കോൺഫ്ലിക്റ്റുകൾ അടങ്ങിയുള്ളതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഒരു ലിമിറ്റേഷൻസ് എവിടെ വരെ പോകാമെന്നുള്ള കാര്യത്തിൽ വളരെയധികം ചർച്ച സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു നമ്മുടെ നാടിനെ. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു വിഷയം നടക്കുമ്പോൾ അതിന് ഇപ്പം
ഈ പറയുന്ന ആരോ ആവട്ടെ ഏതോ ആരെയും പേര് നമ്മൾ പറയണ്ട, ഇവരൊക്കെ വന്ന് നിൽക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ? അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ? ഒരു സ്വകാര്യ പ്ലാറ്റ്ഫോം അല്ലല്ലോ. അത് എല്ലാവരും കാണാൻ വേണ്ടി ഇടുന്ന, അതായത് എൻ്റെ സ്വകാര്യ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രം കാണുന്ന രീതിയിൽ ഞാൻ അത് ലോക്ക് ചെയ്ത് വെച്ച് അതിൽ മാത്രം ഇടുന്ന ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, വേറെ ഓരോ ആളും കണ്ട എൻ്റെ ഫ്രണ്ട്സ്, ഹാർഡ് കോർ ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നതിനെ നമുക്ക് സ്വകാര്യമെന്ന് പറയാം. അല്ലാത്തത് മൊത്തം നമുക്ക് പബ്ലിക്കാണ്. പബ്ലിക് പ്ലേസിൽ വന്ന് ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒരു പബ്ലിക്കായി ജീവിക്കുന്ന ആളുകൾക്ക് അതിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ അഭിപ്രായം പറഞ്ഞുകൂടെ എന്നൊരു ഭരണഘടനാ വാദവും ഇവിടെ ഉയരുന്നുണ്ട്. അതും ഭരണഘടന കൊടുക്കുന്ന അവകാശമല്ലേ? എൻ്റെ വീട്ടിനുള്ളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പബ്ലിക് സ്ഥലത്ത് വന്ന് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ എന്ന വാദം കൂടെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിയമം തമ്മിലുള്ള തമ്മിലടിയാണ് വരുന്നത്, ധാർമ്മികത തമ്മിലുള്ള തമ്മിലടിയാണ് വരുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഈ പറയുന്ന ഒരാളെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഷയും പറഞ്ഞിട്ടുണ്ട്. കേസെടുക്കാൻ കഴിയും. പക്ഷെ അത് കൃത്യമായി പരിശോധിക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങൾ കൃത്യമായി കോടതിക്കോ അല്ലെങ്കിൽ പോലീസിനോ നിയമവ്യവസ്ഥയ്ക്കോ മനസ്സിലാകും എന്ന് തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നുള്ളത് വീഡിയോകൾ പരിശോധിച്ചതിലൂടെ, ഇല്ലെങ്കിൽ നമ്മളും അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിച്ചേനെ. ഇക്കാര്യത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെങ്കിലും നിയമത്തിന്റെ വഴി പോട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് അവസാനിപ്പിക്കാം. അതായത് ഇതിൽ സത്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എവിടത്തം വരെ ആർക്ക് അഭിപ്രായം പറയാം, ഏത് ഘട്ടങ്ങളിൽ അഭിപ്രായം പറയാം, ആരെവിടെ പോകുമ്പോൾ അഭിപ്രായം പറയാം, ഇതൊക്കെ ഒരു വലിയ നിയമപ്രശ്നമായി മാറാൻ പോവുകയാണ്. ഇതിനൊക്കെ കൃത്യമായ ഒരു നിർവചനവും കോഡും വരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു.